നിയമസഭാ സീറ്റുകളിൽ നോട്ടമിട്ട പാർട്ടികൾ സീറ്റ് മോഹികൾ കരുക്കൾ നീക്കി തുടങ്ങി. ആറന്മുള സീറ്റിന് വേണ്ടി നിരവധി പേർ നെട്ടോട്ടം ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 മാസം മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥി മോഹികൾ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി അപേക്ഷകർ. നിലവിൽ 10 പേരാണ് രംഗത്തുള്ളത്. ജയസാധ്യതയുള്ള എംപിമാരെ കളത്തിലിറക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതോടെ ഷാഫി പറമ്പിൽ പാലക്കാട്ട് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആറന്മുള ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടിയതും PV അൻവറുമായി ചർച്ചയ്ക്ക് നേതൃത്വം അറിയാതെ അർദ്ധരാത്രിയിൽ പോയതുമടക്കം നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വയനാട് ദുരന്തബാധിതരുടെ ഫണ്ട് വിവാദവും ദുരിതബാധിതർക്കുള്ള 100 വീട് പ്രഖ്യാപനം ചൂരൽമലയിലെ വെള്ളത്തിൽ ഒലിച്ചുപോയതുമൊക്കെയാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തിനെതിരെ ഉയർത്തിയ ആക്ഷേപം. VD സതീശൻ ഗ്രൂപ്പുകാരനായ രാഹുലിനെതിരെ KC ഗ്രൂപ്പുകാരാണ് ശക്തമായി രംഗത്തുള്ളത്. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു മണ്ഡലത്തിലെ വാർഡ് തലത്തിൽ വരെ എത്തി മുന്നൊരുക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലുള്ള പഴയ ബന്ധങ്ങളെല്ലാം ഇദ്ദേഹം തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലക്കാരനായ KPCC എക്സിക്യൂട്ടീവ് അംഗം ജോർജ് മാമൻ കൊണ്ടൂർ സാധ്യത കൽപ്പിക്കുന്നവരിലുണ്ട്. പഴയ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവർത്തനവും മർത്തോമ ബന്ധവും സൗഹൃദവും കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമമാണ് കൊണ്ടൂർ നടത്തുന്നത്. ജില്ലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന KPCC നിർദ്ദേശമാണ് മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സ്റ്റെല്ല രംഗത്തിറങ്ങാനുള്ള പ്രേരണ. ഇതേ താൽപര്യമാണ് സിവിൽ സർവീസ് ട്യൂട്ടർ ജ്യോതി വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടൻ, മുൻ KPCC സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല എന്നിവരും മത്സര രംഗത്തെത്താൻ അണിയറ നീക്കം നടത്തുന്നുണ്ട്. മുൻ MLA മാരായ അഡ്വക്കേറ്റ് K ശിവദാസൻ നായരും മാലേത്ത് സരളാദേവിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. UDF-ന് മുൻകാലത്ത് മുൻതൂക്കമുണ്ടായിരുന്ന ആറന്മുള മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വേണ്ടി വീണ ജോർജ് വിജയിച്ചതും കഴിഞ്ഞ തവണ 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതും എങ്ങനെ പ്രതിരോധിക്കാനാവും എന്ന ഗവേഷണവും ആരംഭിച്ചിട്ടുണ്ട്.